സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഏതാണ്? ഉള്ളൂർക്കോട് വീട്. ഉള്ളൂർക്കോട് വീട് ആരുടെ ഭവനമാണ്? ചട്ടമ്പി സ്വാമികളുടെ ഭവനമാണ് ഉള്ളൂർക്കോട് വീട്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന നവോത്ഥാന നായകർ അവരുടെ ജന്മസ്ഥലം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് ആഗമാനന്ദ സ്വാമി, ആനന്ദ തീർത്ഥൻ, വാഗ്ഭടാനന്ദൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇവരുടെ ജന്മസ്ഥലം ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ആഗമാനന്ദ സ്വാമി ചവറയാണ്, കൊല്ലം ജില്ലയിലെ ചവറ. ആനന്ദ തീർത്ഥൻ തലശ്ശേരി. വാഗ്ഭടാനന്ദൻ പാട്യമാണ്, കണ്ണൂർ ജില്ലയിലെ പാട്യം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കാർത്തികപ്പള്ളി. ഒന്നും കൂടി നോക്കാം. ആഗമാനന്ദ സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചവറയാണ്. ആനന്ദ തീർത്ഥൻ തലശ്ശേരി, വാഗ്ഭടാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പാട്യം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ കാർത്തികപ്പള്ളി. അടുത്ത ചോദ്യം, കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആരാണ്? പത്രത്തിന്റെ പേര് കേരള സഞ്ചാരി. പത്രാധിപർ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് സി കൃഷ്ണൻ. ഓപ്ഷൻ ഡി സി കൃഷ്ണൻ. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ, ഡീലനോയി, വീരരവിവർമ്മ, രാമയ്യൻ ദളവ. ഓപ്ഷൻ സി ആണ് ഉത്തരം. വീരരവിവർമ്മയാണ്. ഓപ്ഷൻ സി വീരരവിവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നത് ആരാണ്? പല്ലാടി മല്ലൻ ശങ്കരനാണ്. പല്ലാടി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ആരാണ്? വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം എന്നിവ പണി കഴിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉമ്മിണിത്തമ്പിയാണ്. ഓപ്ഷൻ ബി ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തിലേക്ക് മാറ്റിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലകൾ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങ് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമേതാണ്? എന്തിനു ശേഷമാണ് ആറ്റിങ്ങൽ കലാപാനന്തരം? ആരൊക്കെ ചേർന്നാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം എന്നിവർ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1723. അപ്പൊ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം എന്നിവരാണ്. അടുത്തത്, 1947 ഏപ്രിലിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലം. 1947 ഏപ്രില് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ
പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് ധൊണ്ടു പന്ത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് ധൊണ്ടു പന്ത്? നാനാ സാഹിബിൻ്റെതാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ് ധൊണ്ടു പന്ത്. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ തന്നിരിക്കുന്നത് കൻവർ സിംഗ്, ദിവാൻ മണിറാം, നാനാ സാഹിബ്, ഖാൻ ബഹാദൂർ, ബീഗം ഹസ്രത്ത് മഹൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. കൻവർ സിംഗ് നേതൃത്വം നൽകിയത് ബീഹാറിലാണ്. കൻവർ സിംഗ് നേതൃത്വം നൽകിയത് ബീഹാർ. ദിവാൻ മണിറാം ആസാം. ദിവാൻ മണിറാം ആസാം. നാനാ സാഹിബ് കാൺപൂർ. നാനാ സാഹിബ് കാൺപൂർ. ഖാൻ ബഹാദൂർ ബറേലിയിലാണ്. ഖാൻ ബഹാദൂർ എവിടെയാണ് നേതൃത്വം നൽകിയത്? ബറേലി. ബീഗം ഹസ്രത്ത് മഹൽ ഔധ്, ആഗ്ര, ലക്നൗ. ഒന്നുകൂടി നോക്കാം. കൻവർ സിംഗ് നേതൃത്വം നൽകിയത് ബീഹാർ. ദിവാൻ മണിറാം ആസാം. നാനാ സാഹിബ് കാൺപൂർ. ഖാൻ ബഹാദൂർ ബറേലി. ബീഗം ഹസ്രത്ത് മഹൽ ഔധ്, ആഗ്ര, ലക്നൗ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദ്കർ ആണ്. പ്രീതി ലത വഡേദ്കർ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18-നാണ്. 1858 ജൂൺ 18. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൽ പാണ്ഡെയായിരുന്നു. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. 1857 ഏപ്രിൽ 8. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താത്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859-ലാണ്. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ കാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. താത്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859-ലാണ്. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പൽ. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം. ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം 1858 വിളംബരമാണ്. 1858 വിളംബരം. 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത്. ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ്? PC റോയ് ആണ്. PC റോയ്. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം. സൂററ്റ് പിളർപ്പ് 1907 ആണ്. 1907. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആര്യ സമാജമാണ്. ആര്യ സമാജം. തുഹ്ഫത്ത് ഉൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. തുഹ്ഫത്ത്
ഉൾ മുവാഹിദീൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് സ്വാമി ദയാനന്ദ സരസ്വതി. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമം ഓപ്ഷൻ സി ആണ്, ഫീനിക്സ് സെറ്റിൽമെന്റ് ആണ്. ഫീനിക്സ് സെറ്റിൽമെന്റ്. വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ചത് ഏത് വർഷമാണ്? വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ചത് 1940. മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തൂക്കുഘടികാരത്തെയാണ്. തൂക്കുഘടികാരം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്നോർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ആരുടെ വാക്കുകളാണിത്? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്നോർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ആരുടെയും വാക്കുകൾ? ഓപ്ഷൻ ഡി ആണ്, അഷ്ഫാഖ് ഉല്ലാ ഖാൻ. അഷ്ഫാഖ് ഉല്ലാ ഖാൻ. കോയദ് ഇ അസം എന്നറിയപ്പെട്ടത് ആരാണ്? കോയദ് ഇ അസം എന്ന് അറിയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന. അടുത്തത്, ചുവടെ പറയുന്ന കൃതികൾ, ഗ്രന്ഥകർത്താക്കൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് ജീസസിന്റെ കൽപ്പനകൾ, ഇന്ത്യൻ അൺട്രസ്റ്റ്, ബന്ദി ജീവൻ, സോൾ ഓഫ് ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജീസസിന്റെ കൽപ്പനകൾ, രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ അൺട്രസ്റ്റ്, വാലന്റൈൻ ഷിറോൺ, ബന്ദി ജീവൻ, സച്ചീന്ദ്രനാഥ് സന്യാൽ, സോൾ ഓഫ് ഇന്ത്യ, ബിപിൻ ചന്ദ്രപാൽ. ജീസസിന്റെ കൽപ്പനകൾ, രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ അൺട്രസ്റ്റ്, വാലന്റൈൻ ഷിറോൺ, ബന്ദി ജീവൻ, സച്ചീന്ദ്രനാഥ് സന്യാൽ, സോൾ ഓഫ് ഇന്ത്യ, ബിപിൻ ചന്ദ്രപാൽ. ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ് കവനന്റ്? കവനന്റ് എന്നത് ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ്? സർവ്വരാജ്യ സഖ്യത്തിൻ്റെതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സർവ്വരാജ്യ സഖ്യം. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം, ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ് എന്നാണ്. പൊതുമാപ്പ്. ആംനസ്റ്റി പൊതുമാപ്പ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം? 1961. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1961. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന നിലവിൽ വന്ന വർഷം? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1967. 1967. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം? ഹസ്തലക്ഷണ ദീപിക കഥകളിയാണ്. കഥകളി. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം? കൂടിയാട്ടമാണ്. കൂടിയാട്ടം. ഹാർഡ് കോട്ട് എന്നറിയപ്പെടുന്നത്? ഹാർഡ് കോട്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ, ബി എന്നിവ. US ഓപ്പൺ നടക്കുന്ന വേദി? ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന വേദി. ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത? ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സാനിയ മിർസയാണ്. സാനിയ മിർസ. സമാധാന നോബൽ സമ്മാനം നേടിയ UN സെക്രട്ടറി ജനറൽ? സമാധാന നോബൽ സമ്മാനം നേടിയ UN സെക്രട്ടറി ജനറൽ കോഫി അന്നൻ. UN സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നത്
തന്നിരിക്കുന്ന ഓപ്ഷൻസ്: രക്ഷാസമിതിയുടെ ശുപാർശ പ്രകാരം പൊതുസഭയാണ്, നീതിന്യായ കോടതിയുടെ ശുപാർശ പ്രകാരം അംഗരാഷ്ട്രങ്ങൾ, പൊതുസഭയുടെ ശുപാർശ പ്രകാരം അംഗരാഷ്ട്രങ്ങളാണ്, പരിരക്ഷണ സമിതിയുടെ ശുപാർശ പ്രകാരം പൊതുസഭയാണ്. UN സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ എ ആണ്, രക്ഷാസമിതിയുടെ ശുപാർശ പ്രകാരം പൊതുസഭ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ BN റാവു ആണ്. ഓപ്ഷൻ സി BN റാവു. തേർഡ് വിൻഡോ എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തേർഡ് വിൻഡോ ലോകബാങ്ക്. ഓപ്ഷൻ എ ലോകബാങ്ക്. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് ഏത് ഏജൻസിയുടെ ആപ്തവാക്യമാണ്? ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് ഏത് ഏജൻസിയുടെ ആപ്തവാക്യമാണ്? ലോകബാങ്കിൻ്റെതാണ്. ലോകബാങ്ക്. ജനീവ ആസ്ഥാനമായ UN ഏജൻസികൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ജനീവ ആസ്ഥാനമായ UN ഏജൻസികൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4 എന്നിവയാണ്. ലോകാരോഗ്യ സംഘടന, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, ലോക വ്യാപാര സംഘടന. അടുത്ത ചോദ്യം: അന്താരാഷ്ട്ര നാണയനിധിയുടെ കറൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അന്താരാഷ്ട്ര നാണയനിധിയുടെ കറൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് SDR. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് SDR. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ ആണ്. ലിത്തോസ്ഫിയർ. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർവരമ്പ്. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർവരമ്പ് മൊഹോറോവിസ് വിജിന്നത. മൊഹോറോവിസിക് വിജിന്നത. പരൽ രൂപമില്ലാത്ത ശിലകൾക്ക് ഉദാഹരണം? പരൽ രൂപമില്ലാത്ത ശിലകൾക്ക് ഉദാഹരണം ബസാൾട്ട്. രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണം? രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ സി ജിപ്സം, കല്ലുപ്പ് എന്നിവ. ജിപ്സം, കല്ലുപ്പ് എന്നിവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ശിലകൾ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ശിലകൾ. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ മണ്ഡലം? ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ. ബംഗാളിൽ കാൽബൈശാഖി എന്നറിയപ്പെടുന്ന കാറ്റ് നോർവെസ്റ്റർ ആണ്. ബംഗാളിൽ കാൽബൈശാഖി എന്നറിയപ്പെടുന്ന കാറ്റ് നോർവെസ്റ്റർ. പർവ്വതക്കാറ്റ് വീശുന്നത് എപ്പോഴാണ്? പർവ്വതക്കാറ്റ് വീശുന്നത് രാത്രി സമയമാണ്. രാത്രി സമയം. അലറുന്ന 40കൾ അല്ലെങ്കിൽ റോറിംഗ് 40s എന്നറിയപ്പെടുന്നത് ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന പശ്ചിമവാതങ്ങളാണ്. അലറുന്ന 40കൾ അല്ലെങ്കിൽ റോറിംഗ് 40s എന്നറിയപ്പെടുന്നത് ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന പശ്ചിമവാതങ്ങളാണ്. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം ഏതാണ്? ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അറ്റ്ലാന്റിക് സമുദ്രം. ജാവ, സുമാത്ര എന്നീ ഇന്തോനേഷ്യൻ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം? ജാവ, സുമാത്ര എന്നീ ഇന്തോനേഷ്യൻ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രം. ഓപ്പറേഷൻ ഗംഭീർ എന്നറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഗംഭീർ. ഇന്തോനേഷ്യൻ സുനാമി ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഭീർ എന്ന് അറിയപ്പെടുന്നത്.
ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണം. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. പ്ലാനിമീറ്റർ. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ഏത് ദിവസമാണ്? ഓപ്ഷൻ സി ആണ് ഓഗസ്റ്റ് 12. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ഏത് ദിനമാണ്? ഓഗസ്റ്റ് 12. ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയായ ഐസോടോക്കുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഐസോടോക്കുകൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോടോക്കുകൾ. കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോടോക്കുകൾ. ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിയായി കണക്കാക്കുന്ന പർവ്വതനിര ഏതാണ്? ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിയായിട്ട് കണക്കാക്കുന്ന പർവ്വതനിര യുറാലാണ്. യുറാൽ. മാലദ്വീപിലെ പ്രധാന ഭാഷ ഏതാണ്? മാലദ്വീപിലെ പ്രധാന ഭാഷ ദിവ്യേഹിയാണ്. ദിവ്യേഹി. എവിടത്തെയാണ്? മാലിദ്വീപിലെ. നക്ഷത്രാങ്കിത പതാക എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടേതാണ്. പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം. ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതമാണ്. നംഗപർവ്വതമാണ് ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം. ലൂഷായ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ലൂഷായ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറോമിലാണ്. മിസോറം. ബോർഗട്ട്, താൽഗട്ട് എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ബോർഗട്ട്, താൽഗട്ട് എന്നീ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം. ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ്. ഉറി പവർ പ്രോജക്റ്റ് എവിടത്തെയാണ്? ജമ്മു കാശ്മീരിലെ. അത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ്. ജലം. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ സമീപത്താണ്? വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗണ്ഡകി നദിയുടെ സമീപത്താണ്. ഗണ്ഡകി നദി. തമ്രഭരണി നദിയുടെ പതനസ്ഥാനം മാന്നാർ ഉൾക്കടലാണ്. തമ്രഭരണി നദിയുടെ പതനസ്ഥാനം മാന്നാർ ഉൾക്കടൽ. ഒറീസയിലെ ബിർമിത്രാപൂർ എന്ന സ്ഥലം പ്രസിദ്ധമായത് എന്തിന്റെ ഉൽപാദനത്തിലാണ്? ഒറീസയിലെ ബിർമിത്രാപൂർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡോളമൈറ്റിന്റെ ഉൽപാദനത്തിലാണ്. ഡോളമൈറ്റ്. ധൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ധൈത്രി സ്റ്റീൽ പ്ലാന്റ് പാരദ്വീപിലാണ്. ഒഡീഷയിലെ പാരദ്വീപിലാണ് ധൈത്രി സ്റ്റീൽ പ്ലാന്റ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി. ഉമ്മൻ കമ്മിറ്റി. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ കോടതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ദേശീയ അടിയന്തരാവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ആണ് രണ്ടാമത്തേത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട ആദ്യ സംസ്ഥാനം.
പഞ്ചാബാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പഞ്ചാബ്. രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കേണ്ട കാലയളവ്. രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കേണ്ട കാലയളവ് 2 മാസത്തിനുള്ളിലാണ്. ഓപ്ഷൻ സി, 2 മാസത്തിനുള്ളിൽ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം 5. ചുവടെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1, 4 എന്നിവയാണ്. വിദ്യാഭ്യാസം, സാമ്പത്തിക ആസൂത്രണം. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1921. ഇന്ത്യൻ രൂപ അംഗീകൃത കറൻസി ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ്, ഭൂട്ടാൻ, നേപ്പാൾ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? സെബി ചെയർപേഴ്സൺ മാധബി പുരി ബജ് ആണ്. ഇനി വരുന്ന 3-4 ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഡീബഗ്ഗിംഗ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ. ഹാർഡ് ഡിസ്കുകളുടെ സംഭരണ ശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് തന്നിരിക്കുന്നത് മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. മേൽപ്പറഞ്ഞവ എല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മേൽപ്പറഞ്ഞവ എല്ലാം. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്പേസ് ബാർ കീ ആണ് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ. വിവരണാത്മക പരീക്ഷണങ്ങളിൽ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുവാനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക സംവിധാനം അറിയപ്പെടുന്നത് ഡാഷ് എന്ന പേരിലാണ്. ഓപ്ഷൻ സി ആണ്, ഓൺ സ്ക്രീൻ മാർക്കിംഗ്. നവകേരള മിഷനോട് അനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച വികസന പദ്ധതികൾ ഏതെല്ലാമാണ്? നവകേരള മിഷനോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതികൾ. ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. ആർദ്രം, ലൈഫ്, ഹരിത കേരളം. മനുഷ്യരിൽ മധ്യകർണത്തിൽ ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി? മാലിയസ്. ചുവടെ പറയുന്നവയിൽ സെറിബെല്ലത്തിന്റെ ധർമ്മം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്നു, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇതിൽ സെറിബെല്ലത്തിന്റെ ധർമ്മം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സെറിബെല്ലത്തിന്റെ ധർമ്മം അല്ലാത്തത്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏത് ഭാഗത്തിന്റെ ധർമ്മമാണെന്ന് കമന്റ് ചെയ്യുക. കാൽഷ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. കാൽഷ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്നത് ഓപ്ഷൻ ഡി ആണ്, ബി, സി എന്നിവ. ടെറ്റനസ്, ഓസ്റ്റിയോപൊറോസിസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ബി, സി എന്നിവ. ഏതൊക്കെയാണ്? ഓസ്റ്റിയോപൊറോസിസ്, ടെറ്റനി എന്നിവയാണ്. ഓസ്റ്റിയോപൊറോസിസ്, ടെറ്റനി എന്നിവയാണ് കാൽഷ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. വന്ധ്യതയ്ക്ക് കാരണമായേക്കാവുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവമാണ്? വന്ധ്യതയ്ക്ക് കാരണമായേക്കാവുന്നത് വൈറ്റമിൻ ഇയുടെ അഭാവമാണ്. കാലാ അസർ എന്ന രോഗത്തിന് കാരണമാകുന്നത് സാൻഡ് ഫ്ലൈ ആണ്. കാലാ അസർ എന്ന രോഗത്തിന് കാരണമാകുന്നത് സാൻഡ് ഫ്ലൈ. ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണ്? ടൈഫോയിഡ് ചികിത്സയ്ക്കാണ്. ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത് ടൈഫോയിഡ് ചികിത്സയ്ക്കാണ്. എയ്ഡ്സ് രോഗനിർണയ പരിശോധനകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ഹിസ്റ്റാമിൻ ടെസ്റ്റ്, എലീസ ടെസ്റ്റ്, നേവ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നിവയാണ്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ.
ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ ഉണ്ടാകുന്നതിനാവശ്യമായ ദൂരപരിധി 17 മീറ്റർ ആണ്. 17 മീറ്റർ. ഭൂമി എന്നർത്ഥം വരുന്ന പേരിലുള്ള മൂലകം ഏതാണ്? ടെലൂറിയമാണ്. ടെലൂറിയം. അർത്ഥം ഭൂമി. ബ്രൈൻ എന്നറിയപ്പെടുന്നത് ഏത് ലായനിയാണ്? സോഡിയം ക്ലോറൈഡ് ലായനിയാണ്. സോഡിയം ക്ലോറൈഡ് ലായനി. ജലത്തിന്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കുവാനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് 2, 4 എന്നിവ. വാഷിംഗ് സോഡ ചേർക്കുക, ഡിസ്റ്റിലേഷൻ ചെയ്യുക. ഫ്രാഷ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്? ഫ്രാഷ് പ്രക്രിയ സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയയാണ്. സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയ. ടക്സ് എന്ന പെൻഗ്വിൻ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോഗോയിലാണ്? ലിനക്സിൻ്റെതാണ്. കമ്പ്യൂട്ടർ ഭാഷയായ ജാവ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സൺ മൈക്രോസിസ്റ്റമാണ്. TCP എന്നതിൻ്റെ പൂർണ്ണരൂപം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഹാക്കിങ്ങിനെ കുറിച്ച് പരാമർശിക്കുന്ന IT ആക്ട് സെക്ഷൻ 66. ഡോണ്ട് ബി ഈവിൾ എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? ഗൂഗിളിൻ്റെ ആപ്തവാക്യമാണ് ഡോണ്ട് ബി ഈവിൾ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ. കമ്പ്യൂട്ടറിൽ മറ്റ് ഉപഭോക്താക്കളുടെ ഫയലുകളും ഡേറ്റയും അവരറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ്. സൈക്ലോൺ എന്നത് ഏത് ഭാഷയിലെ പദമാണ്? ഗ്രീക്കാണ്. ഗ്രീക്ക്. ബാഫിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ്? ബാഫിൻ ദ്വീപ്. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. നോക്ടിലൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷപാളി. ഓപ്ഷൻ സി മീസോസ്ഫിയർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം അകക്കാമ്പാണ്. നിഫെ എന്നറിയപ്പെടുന്നത് അകക്കാമ്പാണ്. നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.